Welcome to Learnino. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MS Wordന്റെ MCQs ആണ് കേട്ടോ. So let's get started. Question number 1. Microsoft Word is a dash software. അതായത് Microsoft Word എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ, ഓപ്ഷൻ ബി കമ്പൈലർ, ഓപ്ഷൻ സി സിസ്റ്റം, ഓപ്ഷൻ ഡി പ്രോഗ്രാമിംഗ്. ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് MS Word എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MS Word is a kind of application software ആണ് കേട്ടോ. It is a kind of എന്താണ് application software ആണ്. So here the answer is option A. MS Word is a application software. Next question. Which is not in MS Word? MS Wordനകത്ത് ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് MS Wordനകത്ത് ഇല്ലാത്തൊരു ഓപ്ഷൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇറ്റാലിക്, ഓപ്ഷൻ ബി മാജിക് ടൂൾ, ഓപ്ഷൻ സി ഫോണ്ട്, ഓപ്ഷൻ ഡി ബോൾഡ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് MS Wordനകത്ത് ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So here the answer is option B magic tool. Magic tool ആണ് എന്തിനകത്ത് ഇല്ലാത്തത്? MS Wordനകത്ത് ഇല്ലാത്തത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash works with standard copy and paste command. അതായത് കോപ്പി ആൻഡ് പേസ്റ്റ് കമാൻഡ് വർക്ക് ചെയ്യുന്നത് ഏതിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വ്യൂ ടാബ്, ഓപ്ഷൻ ബി പാരഗ്രാഫ് ഡയലോഗ് ബോക്സ്, ഓപ്ഷൻ സി ഓഫീസ് ക്ലിപ്പ് ബോർഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏതിൽ വെച്ചിട്ടാണ് നമ്മൾ പേസ്റ്റ് കമാൻഡ് സ്റ്റാൻഡേർഡ്സ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡാണ് കേട്ടോ. ക്ലിപ്പ് ബോർഡിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന കോപ്പി ആൻഡ് പേസ്റ്റ് കമാൻഡ്സ് എല്ലാം തന്നെ വരുന്നത് ഏതിലാണ്? ക്ലിപ്പ് ബോർഡിൽ. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which is not an edition of MS Word. തന്നിരിക്കുന്നതിൽ MS Wordന്റെ എഡിഷൻ അല്ലാത്തത് not an edition of MS Word എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് MS Wordന്റെ എഡിഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. MS Word 2003 ആണോ? MS Word 2007 ആണോ? ഓപ്ഷൻ സി MS Word 2010 ആണോ? അതോ ഡി MS Word 1020 ആണോ? ഇതിൽ ഏതാണ് MS Wordന്റെ എഡിഷൻ അല്ലാത്തതെന്നാണ്. ഓപ്ഷൻ ഡി MS Word 1020. അതാണ് എന്ത്? MS Wordന്റെ എഡിഷൻ ഇതുവരെ ഇറങ്ങാത്തൊരു എഡിഷൻ ആണ് എന്ത്? MS Word 1020. അങ്ങനെ ഒരു എഡിഷൻ വരുമോ എന്നുള്ളതും അറിയില്ല. ബട്ട് കറൻ്റ്ലി ഇപ്പോൾ അതായത് 2003, 2007, 2010 ഇതെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള എഡിഷൻസ് ആണ്. 1020 മാത്രം ഇപ്പോൾ നമുക്ക് ഇല്ല. സോ the answer is option D. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് cannot be used to work in MS Office. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതോ ഒന്ന് ഉപയോഗിച്ച് നമുക്ക് MS Office വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജോയ്സ്റ്റിക്, ഓപ്ഷൻ ബി സ്കാനേഴ്സ്, ഓപ്ഷൻ സി ലൈറ്റ് പെൻ, ഓപ്ഷൻ ഡി മൗസ്. ഇതിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിച്ച് കനോട്ട് ബി യൂസ്ഡ് ടു വർക്ക് വിത്ത് MS Office. MS Officeുമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജോയ്സ്റ്റിക് ആണ്. നമുക്ക് ജോയ്സ്റ്റിക് യൂസ് ചെയ്ത് നമുക്ക് MS Office നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോമാറ്റിംഗ് ഈസ് പെർഫോംഡ് ഓൺ. എവിടെയാണ് നമ്മൾ ഫോമാറ്റിംഗ് പെർഫോം ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടെക്സ്റ്റ്, ഓപ്ഷൻ ബി ടേബിൾസ്, ഓപ്ഷൻ സി മെനൂസ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൽ ഏതിലാണ് നമുക്ക് ഫോമാറ്റിംഗ് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റിലും പറ്റും, അതുപോലെ തന്നെ ടേബിളിലും നമുക്ക് ഫോമാറ്റിംഗ് പറ്റും. അപ്പോൾ എന്തിലൊക്കെ പറ്റുക? ടെക്സ്റ്റിലും ടേബിളിലും നമുക്ക് ഫോമാറ്റിംഗ് പറ്റും. മെനുവിൽ നമുക്ക് പറ്റുമോ? ഇല്ല, മെനുവിൽ നമുക്ക് ഫോമാറ്റിംഗ് പറ്റില്ല. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് എ ആൻഡ് ബി. കാരണം എന്താ പറഞ്ഞത്? ടെക്സ്റ്റിലും ടേബിളിലും നമുക്ക് ഫോമാറ്റിംഗ് പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദി പ്രിന്റിംഗ് ഏരിയ ഓൺ എ പേജ്? ഓക്കെ, സോറി, ഈ പ്രിന്റിംഗ് ഏരിയയുടെ പുറത്തൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ ബ്ലാങ്ക് സ്പേസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്ലിപ്പ് ആർട്ട്, ഓപ്ഷൻ ബി മാർജിൻസ്, ഓപ്ഷൻ സി ഹെഡേഴ്സ്
and option D is footers. അതായത് what is the blank space outside the printing area on a page? അതായത് ഒരു പേജിലെ പ്രിന്റിംഗ് ഏരിയയുടെ പുറമേയുള്ള ബ്ലാങ്ക് സ്പേസിന് നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ക്ലിപ്പാർട്ട് എന്നാണോ പറയുക? നോ, അതിന് നമ്മൾ ക്ലിപ്പാർട്ട് എന്നല്ല പറയുക. അതിന് നമ്മൾ മാർജിൻ എന്നാണോ പറയുക? ചാൻസ് ഉണ്ട്. ഹെഡേഴ്സ് ആണോ? അല്ല. ഫൂട്ടേഴ്സ് ആണോ? അല്ല. അത് ബ്ലാങ്ക് സ്പേസ് ആണോ? അല്ല. അതൊക്കെ അക്യുമുലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മാർജിൻ ആണ് കേട്ടോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മാർജിൻ ആണ്. സോ ദി ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദ പ്രിന്റിംഗ് ഏരിയ ഓൺ എ പേജ് എന്ന് പറയുന്നത് എന്താണ്? മാർജിൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ് ഡാഷ് ടു ഓപ്പൺ ദി ഹെൽപ്പ് വിൻഡോ ഇൻ ദി MS Word ഡോക്യുമെന്റ്. അതായത് എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെൽപ്പ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുക? അതായത് MS Wordന്റെ ഡോക്യുമെന്റിൽ ഹെൽപ്പ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് പ്രസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ F1, ഓപ്ഷൻ ബി F2, ഓപ്ഷൻ സി F9, ഓപ്ഷൻ ഡി ഈസ് F11. ഇതിൽ ഏത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഹെൽപ്പ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. സോ പ്രസ് F1 ടു ഓപ്പൺ ദി ഹെൽപ്പ് വിൻഡോ ഇൻ ദി MS Word document. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which enables us to send the same letter to the different people. അതായത് ഒരേ ലെറ്റർ ഡിഫറെൻറ്റ് പീപ്പിളിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് എനേബിൾ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മാക്രോസ്, ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്സ്, ഓപ്ഷൻ സി മെയിൽ മെർജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എൻബോ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ് മെയിൽ മെർജ് ആണ്. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സസിലും. സോ മെയിൽ മെർജ് ആണ് എന്ത് ചെയ്യുന്നത്? ദിസ് enables us to send the same letter to the different people. Okay. Next question, which bar shows the current position as far as the text goes? അതായത് ടെക്സ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പൊസിഷൻ ഷോ ചെയ്യുന്നത് ഏത് ബാറാണ്? അതായത് MS Wordന്റെ ഏത് ബാറിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ബി മെനു ബാർ, ഓപ്ഷൻ സി സ്ക്രോൾ ബാർ, ഓപ്ഷൻ ഡി സ്റ്റേറ്റസ് ബാർ. ഏത് ബാറിലാണ് നമ്മുടെ ടെക്സ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പൊസിഷനായിട്ട് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എവിടെയായിരിക്കും? സ്റ്റാറ്റസ് ബാറിലായിരിക്കും കാണിക്കുന്നത്. ഓപ്ഷൻ ഡി സ്റ്റാറ്റസ് ബാർ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ MCQs ആൻഡ് ദി ക്ലാസ്. താങ്ക് യു.